സന്തോഷം ഇല്ലേ മുഖത്ത്? കുറച്ച് എക്സ്ട്രാ ഹാപ്പി ആണല്ലോ ചേച്ചി. എന്താടാ ഇന്ന് എന്റെ പാട്ട് കേൾക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഫാമിലിയാണ് വന്നേക്കുന്നത്. സ്പെഷ്യൽ ആരാത്? എം ജി അങ്കിള് എന്നെ കൊണ്ട് സിനിമയിലൊരു പാട്ട് പഠിപ്പിച്ചു. പഠിപ്പിച്ചു. ആ ആ പാട്ടിന് ലിറിക്സും സിനിമയുടെ കഥ എഴുതിയ പ്രദീപ് ഷൺമുഖൻ അങ്കിളും അങ്കിളിന്റെ ഫാമിലിയുമാണ് വന്നേക്കുന്നത്. പ്രതിഭേ എന്റെ പ്രിയപ്പെട്ട അനിയനാണ്, ഭയങ്കര മിടുക്കനാണ്. ഇത് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് പ്രദീപാണ്. ആ സിനിമയുടെ കഥയും അതിന്റെ സ്ക്രിപ്റ്റ് വിഷ്ണുവിന്റെ കൂടെ ചേർന്ന് പ്രദീപാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു സംഭവമാണ്. മാത്രമല്ല കുടുംബമായിട്ട് വന്നിരിക്കുന്നത്. 2 മുത്തു മക്കളുണ്ട്, ഭയങ്കര ടാലന്റഡ് ആണ്. വൈഫും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഹായ്. ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ നേരിട്ട് വന്നതിൽ കേൾക്കാൻ. ഞങ്ങക്ക് പറഞ്ഞുള്ള അറിവുണ്ട്. മാത്രമല്ല കുഞ്ഞാറ്റയുടെ പാട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ പ്രദീപാണ്. അത് അസാധ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലോട്ട് കേറുന്ന ലിറിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉടനെ പ്രദീപ് പറഞ്ഞ ചില വരികളാണ് നമ്മളെ പാട്ടിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള മധുമാമനും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ തകർക്കുമല്ലേ? തീർച്ചയായിട്ടും ചേട്ടാ, പാട്ടെല്ലാം ഗംഭീരമാണ്, തകർക്കും. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെ പോകുന്നു? മേക്കിംഗ് ഏതാണ്ട് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഫസ്റ്റ് ആയിട്ട് പോകും. ഞാനും ഒരു പാട്ടിൽ അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കുന്ന പറഞ്ഞാൽ പാടുക. ഞാനും നന്ദഗോവിന്ദ് ഭജൻ കണക്റ്റും ചേർന്ന് പാട്ട് പാടിയിട്ടുണ്ട്. കുഞ്ഞാറ്റൂസ് എന്തോ പാട്ടേതാ? ജലശയ്യയിൽ. കുഞ്ഞാറ്റയുടെ ശബ്ദത്തിന് മാച്ച് ആയിരിക്കുമല്ലോ ആ പാട്ട്. അപ്പൊ പാട്ടിന്റെ ജാതകം പറഞ്ഞു. ഫിലിം, ലാപ്ടോപ്പ്, വർഷം 2008, മ്യൂസിക് ശ്രീവത്സൻ ജെ മേനോൻ സാർ. ലിറിക്സ് റഫീഖ് അഹമ്മദ് സാർ. പാടിയത് കല്യാണി മേനോനെ. ഓക്കെ. ശ്രീവത്സൻ എന്റെ പ്രിയപ്പെട്ട 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 സുഹൃത്താണ്. ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യനാണ്. ഒരു വളരെ നല്ല മനുഷ്യനാണ്. നമ്മുടെ ഒരു കഥ കൂടെ ഞാൻ പറയാം. അതായത് 1985 സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുന്നു. അവിടെ കർണാടക സംഗീതത്തിന്റെ മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതില് ഈ ഉള്ളവനും അവിടെ ഉണ്ടായിരുന്നു. അവസാനം എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു 200 പേരൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ തുടങ്ങിയ രാത്രി 1 മണി 2 മണിയാകുമ്പോഴാണ് ഇത് തീരുന്നത്. അത്രയധികം ആൾക്കാരാ പാടാൻ. ഓരോരുത്തരും 10 മിനിറ്റ് വീതം പാടുകയാണ്. അപ്പൊ അങ്ങനെ ഞാനത് തോടിയോ ഏതോ പാടി, ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ രാത്രിയൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെയാണ് മാത്രമാണ് ഇതിന്റെ റിസൾട്ട്സ് പറയുന്നത്. അപ്പൊ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അപ്പൊ നമ്മള് തൃശ്ശൂർ വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ കിടന്നുറങ്ങി. അപ്പൊ എനിക്ക് ഒന്നും കിട്ടൂല എന്നുള്ള തോന്നലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇത്രയും പേര് പാടുകയല്ലേ. അപ്പൊ രാവിലെ ആയപ്പോ ചുമ്മാ റിസൾട്ട് ഒന്ന് പോയി കേൾക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയപ്പോ അവിടെ അനൗൺസ് ചെയ്തു ഫസ്റ്റ് പ്രൈസ് 2 പേർക്കാണ്. ശങ്കരൻ നമ്പൂതിരി പിന്നെ ലാലു സുകുമാർ എന്ന് പറഞ്ഞു. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ശ്രീവത്സൻ ജെ മേനോൻ ആൻഡ് എം ജയചന്ദ്രൻ. അപ്പൊ അങ്ങനെ അത്രയും വർഷത്തെ ബന്ധമാണ് നമ്മൾ 4 പേര്. ഞാൻ പറഞ്ഞ ശങ്കരൻ. ഇപ്പൊ അടുത്തൊരു പോസ്റ്റ് കണ്ടല്ലോ, എം ജെ അങ്കിളും സാറും കൂടി എല്ലാവരും കൂടെ ഒന്നിച്ച് പാടിയിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് പാടിയ ഒരു സംഭവമാണ്. നമ്മൾ ബഹ്റൈനിലും നമ്മൾ ഇതുപോലൊരു കച്ചേരി നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് കോൺസേർട്ട് എന്നാണ് അതിന് പേരിട്ട്. അപ്പൊ ഇത്രയും പറയാൻ കാരണം ശ്രീവത്സന്റെ പാട്ടാവുമ്പോ അത് കുറച്ചും കൂടെ എനിക്ക് ഡിയറാണ്. അപ്പൊ പഠിക്കും. All the best. Thank you. All the best. കുഞ്ഞാറ്റക്കിളി, നന്നായി പാടണേ. ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലേ നീ നെടുവീർപ്പു പോലും ആസസ്മിതമാം നിദ്രയെ തൊടല്ലേ ചിറകാർന്നു നീന്തുമാ സ്വപ്നങ്ങളിലെ മൗനവും ജലശയ്യയിൽ
മാർക്ക് അറിയാം അല്ലേ? ഇന്നത്തെ സുഭദ്ര കുട്ടിയുടെ മാർക്ക് 97 ഔട്ട് ഓഫ് 100. ഹാപ്പി അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. കൂടെ വന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ ചേട്ടാ. സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു. ടാറ്റാ. 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 ബൈ ബൈ, ഗുഡ് നൈറ്റ്.